എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റവയും ഏത്തപ്പഴവും കൊണ്ടൊരു കിടിലൻ പലഹാരമാണ് തയ്യാറാക്കുന്നത്. നമ്മളിത് ആവിയിൽ വേവിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പലഹാരമാണ്. ഇതെല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ എന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിവിടെ മീഡിയം സൈസിലുള്ള നന്നായിട്ട് പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഏത്തപ്പഴം നമ്മളിതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വന്നപ്പോൾ നമ്മളിതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ അടുക്കൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നും ഇരിപ്പില്ല എങ്കിൽ കുറച്ച് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയിട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. 2-3 മിനിറ്റ് നേരം ഇട്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഇതേ രീതിയിൽ തേങ്ങയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി വരും, അത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഈ ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ പഴം നല്ലതായിട്ടൊന്ന് വേകണം. ഒരു 3-4 മിനിറ്റ് നേരം നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഈ പഴം നല്ലതായിട്ടൊന്ന് വെന്ത് കളറൊക്കെ ഒന്ന് മാറി വരും. ഇപ്പോൾ നോക്കി നമ്മുടെ ഏത്തപ്പഴമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. പഴം വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ കളറൊന്ന് മാറി വരും. ഈ സമയം ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മളിവിടെ റവയാണ് എടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറക്കാത്ത റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ റവയൊക്കെ ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് കുതിരും. അപ്പോൾ നമുക്കിത് അടച്ചൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. റവ നമ്മൾ വെച്ചിട്ടിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ റവയിലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നോക്കിയാൽ നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്കുണ്ടല്ലോ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. റവ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചിട്ട് വരാം. അരച്ചെടുത്ത മാവ് നമുക്കിത് ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഈ മിക്സിയുടെ ജാറിലോട്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതുകൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ സോഡാപ്പൊടിയോ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ആവി വെച്ച് പുഴുങ്ങിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാനുള്ള പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആ പ്ലേറ്റിലോട്ട് ഉണ്ടല്ലോ ഒരു വാഴയില മുറിച്ച് വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് വാഴയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വൃത്തത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ആ വാഴയില പ്ലേറ്റിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം ആ ഇലയിലും അതുപോലെ ആ പ്ലേറ്റിൻ്റെ സൈഡിലുമായിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നെയ്യ് പുരട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പലഹാരം ഉണ്ടല്ലോ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് ഇളകി കിട്ടും. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഈ പലഹാരം ഉണ്ടല്ലോ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. സ്റ്റൗ കത്തിച്ച് നമ്മളൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. ഇത് നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ ഈ വെള്ളമൊക്കെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പ്ലേറ്റ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇറക്കി വെക്കാം.
നമ്മൾ തയ്യാറാക്കിയ മാവുണ്ടല്ലോ ഞാനൊന്ന് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പകുതി നമ്മളിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പകുതി മാവ് നമ്മൾ ഈ പ്ലേറ്റിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും തേങ്ങയുടെയും ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതേ രീതിയിലൊന്ന് നിരത്തി കൊടുക്കാം. അപ്പം നമ്മൾ വഴറ്റി വെച്ച ഏത്തപ്പഴം എല്ലാം ഇതിലോട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആ ബാക്കി പകുതി ഉണ്ടല്ലോ, ആ മാവും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. കുട്ടികൾക്കെന്നോ വലിയവർക്കൊന്നോ ഒന്നുമില്ല, എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്കിതുണ്ടല്ലോ വാഴയില വെച്ചൊന്ന് മൂടിയതിന് ശേഷം അടപ്പ് വെച്ചൊന്ന് അടച്ചു വെക്കാം. ഇങ്ങനെ വാഴയില വെച്ച് മൂടുമ്പോൾ ആവി വെള്ളം നമ്മുടെ ആ പലഹാരത്തിലോട്ട് വീഴുകയില്ല. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തിട്ട് ഒരു 25 മിനിറ്റ് നേരം ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞു. അപ്പം നമ്മുടെ പലഹാരമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് വേണേൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണ്. ഇതാ നോക്കിക്കേ, നല്ലതായിട്ടിത് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതുണ്ടല്ലോ പാത്രത്തിൽ നിന്ന് മാറ്റി നല്ലതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. അപ്പം നമ്മുടെ റവയപ്പമൊക്കെ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഒരു കത്തി വെച്ച് സൈഡ് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് അത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും. ഇനി ഈ പ്ലേറ്റ് അങ്ങ് മാറ്റാം. ഇനി ഇതിൻ്റെ ഇലയൊന്ന് നമുക്ക് ഇളക്കി മാറ്റിയാലോ. ഇതാ നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പലഹാരമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ ഈസിയാണ്. എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാൻ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്താ നോക്കിക്കേ, കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം ഊറും. നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് ഈ പലഹാരം കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.